ആദ്യത്തെ ഷഹീദത്താര പറ. മുത്തുനബിയുടെ ഉമ്മത്തിൽ ആദ്യത്തെ ഷഹീദത്താരാണ്? ആരാ? സുമയ്യ ബീവി. എങ്ങനെ കൊന്നത്? അബൂജഹൽ വന്നിട്ട് ലൈംഗികാവയവത്തിൽ കുന്തം കയറ്റിക്കൊണ്ടു. ലൈംഗികാവയവത്തിൽ ആ ഉമ്മാടെ ലൈംഗികാവയവത്തിൽ കുന്തം കയറ്റി കൊന്നത്. ആസിയ എന്ന് പറഞ്ഞാൽ തിരിയൂല. ഇമ്രാത്ത് ഫിറഔൻ എന്ന് പറഞ്ഞാൽ ആ സ്ത്രീ അനുഭവിച്ച തീച്ചൂള മനസ്സിലാവും. കാരണം ഈ തൗഹീദിന്റെയും അള്ളാഹുവിന്റെയും ഏറ്റവും വലിയ ശത്രുവാണ് ആര്? ആ ഫിറഔന്റെ കൊട്ടാരത്തിൽ ഭാര്യയായി വസിക്കുന്ന ഒരു പെണ്ണ് മൂമിനത്താണെങ്കിൽ ആ പെണ്ണ് അനുഭവിച്ച ത്യാഗം. അപ്പൊ എന്താ അള്ളാഹുവിനെ അന്വേഷിക്കുന്നവർ അനുഭവിച്ച ത്യാഗത്തിന്റെ ഓർമ്മയാണ് എന്ത്? അതാണ് ആശുറ. മൂല്യന്മാരെ പുതിയ പ്രസംഗമാണ്. അത് ഡിസൈൻ ചെയ്യാൻ പാടില്ല, അത് തെറ്റ് സംഭവിച്ചതാണ്. ആരപ്പ പറയണത്? ഈ ഇന്നത്തെ ഇരുകാലി ഓൻ്റെ പള്ള നിറച്ച് പലിശ, ഓൻ്റെ തൊള്ളയിലും പലിശ, ഓൻ്റെ മൂക്കിലും പലിശ. ഈ പലിശക്കാരനായ ഈ പലിശ മുണിങ്ങി നടക്കുന്ന ആധുനിക മൗലിയർ പറയാണ് എന്ത് ഹുസൈൻ ചെയ്തത് തെറ്റാണ്. അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. ഇതൊക്കെ പുതിയ കാലം. ആ മനുഷ്യനെ മുസ്ലിങ്ങൾ ക്ഷമിച്ചില്ല. 1-ാം നൂറ്റാണ്ട്. എന്തുകൊണ്ട്? ഖുർആൻ ഞാൻ അവസാനിപ്പിക്കണം. ലോകത്താദ്യമായി പരസ്യമായി ഖുർആൻ ഓതിയതാര? ഇബ്നു മസ്ഊദ്. സയ്യിദുനാ ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹു ഇബ്നു മസ്ഊദിൻ്റെ രോഗം കാണാൻ വേണ്ടി ചെല്ലുമ്പോൾ ഇബ്നു മസ്ഊദ് ഇങ്ങനെ കട്ടിൽ ഇങ്ങനെ ഇരിക്കുക, എന്നിട്ട് കരയുക. അപ്പോൾ ഉസ്മാൻ ബിൻ അഫ്ഫാൻ അന്ന് ഖലീഫയാണ്. 3-ാം ഖലീഫയാണ് ആര്? പറ. 3-ാം ഖലീഫയാണ് ആര്? സയ്യിദുനാ ഉസ്മാൻ ബിൻ അഫ്ഫാൻ്റെ വഫാത്ത് കാലം, ഉസ്മാൻ ബിൻ അഫ്ഫാൻ്റെ ഭരണകാലം. അപ്പോഴാണ് മരണാസന്നനാകുന്നത് ആര്? അവ്വലു മൻ ജഹറ ബിൽ ഖുർആൻ. ലോകത്താദ്യമായി പരസ്യമായി ആദ്യമായി ഖുർആൻ ഓതിയ അല്ലാഹുവിൻ്റെ അബ്ദ് സയ്യിദുനാ ഇബ്നു മസ്ഊദ്. എന്താണ് മുത്തുനബി ആ മനുഷ്യനെ പറ്റി പറഞ്ഞത്? ലഹുമാ ഫിൽ മീസാനി അസ്ഖലു മിൻ ഉഹുദ്. ഈ മനുഷ്യന്റെ കാല് അള്ളാഹുവിൻ്റെ തുലാസിലിട്ട് തൂക്കിയാൽ ഉഹുദ് മലയേക്കാൾ അതിന് ഭാരമുണ്ടാകും. 1.5 കിലോമീറ്റർ മുകളിലേക്കും 6 കിലോമീറ്റർ നീളത്തിലും കിടക്കുന്ന ലോകത്തെ അല്ലെങ്കിൽ മദീനെ അത്ഭുതകരമായ പർവ്വതമാണ് ഏത്? ഉഹുദ്. ഈ 2 കാല് ആരുടെ കാല്? സയ്യിദുനാ ഇബ്നു മസ്ഊദ്. സയ്യിദ് എന്ന് കൂട്ടി പറയടാ, നമ്മുടെ നേതാവാണ്. അല്ലാഹു അവരുടെ ദറജയേറ്റി കൊടുക്കട്ടെ, അല്ലാഹു അവരുടെ ദറജയേറ്റി കൊടുക്കട്ടെ, അല്ലാഹു അവരുടെ ദറജയേറ്റി കൊടുക്കട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ വെളിച്ചത്തിൽ നിന്ന് അല്പം നമുക്കും തരട്ടെ. എന്താ പറഞ്ഞത്? എന്താ മുത്തുനബി പറഞ്ഞത്? ലോകത്താദ്യമായി പരസ്യമായി ഖുർആൻ ഓതിയ ആളാണ് ആര്? സയ്യിദുനാ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു. എന്താ ഹബീബ നബി പറഞ്ഞത്? ലഹുമാ ഫിൽ മീസാനി അസ്ഖലു മിൻ ഉഹുദ്. ഈ മനുഷ്യന്റെ 2 കാലുകൾ മാത്രം തുലാസിലിട്ട് തൂക്കിയാൽ അസ്ഖലു മിൻ ഉഹുദ്. ഈ 2 കാലിനും ഉഹുദ് മലയേക്കാൾ ഭാരമുണ്ടാവും. ആ മനുഷ്യൻ മരണാസന്നനാകുമ്പോൾ അവിടേക്ക് കയറി ചെല്ലുകയാണ് ആര്? സയ്യിദുനാ ഉസ്മാൻ ബിൻ അഫ്ഫാൻ. അപ്പൊ കരയാ. തബ്കി ലിമ തബ്കി. കരയ. എന്തിനാ കരയണ? അതഖ്ഷ അല ബനാതികൽ ഫഖർ. നിങ്ങൾക്ക് മരിച്ചു പോയാൽ നിങ്ങളെ പെൺകുട്ടികൾ എന്താവുന്നാണോ നിങ്ങളെ ബേജാറ്? ഇല്ല, നിങ്ങൾ പേടിക്കണ്ട. ഞങ്ങളെപ്പോലത്തെ ഒരു മദീനയിലുണ്ടെങ്കിൽ നിങ്ങളെ പെൺകുട്ടികൾക്ക് ദാരിദ്ര്യം വരില്ല. അതല്ല, അതെനിക്ക് പ്രശ്നമില്ല. എൻ്റെ കുട്ടികളോട് ഞാൻ എല്ലാ രാത്രിയിലും അൽ-വാഖിഅ സൂറത്ത് ഓതാൻ പറഞ്ഞിട്ടുണ്ട്. لأني سمعت من رسول الله صلى الله عليه وسلم من قرأ سورة الواقعة كل ليلة لم تصبه فاقة أبدا. الواقعة സൂറത്ത് എല്ലാ രാത്രിയിലും ഓതുന്ന ഒരാൾക്ക് ദാരിദ്ര്യമേ വരില്ല എന്ന് പുണ്യ റസൂൽ പറയുന്നത് എൻ്റെ ഈ ചെവിയിൽ ഞാൻ കേട്ടിട്ടുണ്ട്. എന്ന കാരണത്താൽ എൻ്റെ പെൺകുട്ടികളോട് നിങ്ങൾക്കിടെ ഭക്ഷണം ആ സൂറത്തിലുണ്ട്, നിങ്ങൾ എല്ലാ രാത്രിയിലും അൽ-വാഖിഅ ഓതിയാൽ മതി എന്ന് എൻ്റെ കുട്ടികളോട് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എൻ്റെ കുട്ടികൾക്ക് എനിക്ക് ശേഷം ദാരിദ്ര്യം വരുമെന്ന പേടിയൊന്നും എനിക്കില്ല. പിന്നെന്തിനാ കരയുന്നത്? അപ്പോൾ പറഞ്ഞു, ദോഷിയായ ഞാൻ അല്ലാഹുവിന്റെ മുന്നിൽ എങ്ങനെ നിൽക്കും? എന്റെ റബ്ബിന്റെ മുന്നിൽ എങ്ങനെ നിൽക്കും? എനിക്ക് റബ്ബിന്റെ മുന്നിൽ എങ്ങനെ നിൽക്കാൻ കഴിയും? എന്റെ റബ്ബിന്റെ വലിപ്പത്തിലും എന്റെ നിസ്സാരത്വം അതാലോചിച്ചിട്ടാണ് ഞാൻ കരയണത്. ആരത് പറഞ്ഞ്? ആ മനുഷ്യനൊരു ബോധം വന്നു. ആരെപ്പറ്റി? അല്ലാഹ്. നമുക്ക് നോമ്പിൽ ബോധമുണ്ട്, നിസ്കാരത്തിൽ ബോധമുണ്ട്. ആരെ ബോധമല്ല? അല്ലാഹ്. ഞാൻ അവസാനിപ്പിക്കുകയാണ്. വളരെ ചിന്തിക്കണം. ഒരടി ഞാൻ നിസ്കാരമോ നോമ്പോ വേണ്ട എന്നല്ല പറയണം. അതൊക്കെ വേണം, എല്ലാ സുന്നത്തും വേണം. പക്ഷേ
ഹോട്ടലിൽ ഇറങ്ങുമ്പോൾ ഹോട്ടൽ കണ്ടാൽ അന്വേഷിക്കേണ്ടത് ചമ്മന്തിയല്ല, ചോറാണ്. ചോറുണ്ടോ? ചമ്മന്തി കിട്ടിയാലും വേണ്ടില്ല, കിട്ടിയാലും വേണ്ടില്ല. എൻ്റെ സുന്നത്തും എൻ്റെ മുഅക്കദത്തും അല്ല ആവശ്യം, നിനക്കാര് വേണം? അള്ളാഹനെ വേണം. അള്ളാഹുവിനെ നീ അന്വേഷിച്ചാൽ നീ അനഭിമതനാവും. ഇന്ന് അനഭിമതരുടെ ചരിത്ര ദിവസം. അവർക്ക് അല്ലാഹു തആല ഇന്ന് സ്വന്തം നാട്ടിലും വീട്ടിലും ضرب الله مثلا للذين كفروا امرأة نوح وامرأة لوط. ഏതാ സൂറത്ത്? كانتا تحت عبدين من عبادنا صالحين فخانتاهما. ഏതാ സൂറത്ത്? തഹരീം അല്ലേ? തഹരീം അല്ലേ? തഹരീമിലുണ്ട് ആയത്ത്. ضرب الله مثلا للذين كفروا امرأة نوح وامرأة لوط كانتا تحت عبدين من عبادنا صالحين فخانتاهما فلم يغنيا عنهما من الله شيئا فقيل ادخلا النار مع الداخلين وضرب الله مثلا للذين آمنوا امرأة فرعون إذ قالت رب ابن لي عندك إذ قالت رب ابن لي عندك بيتا في الجنة ونجني من فرعون وعمله ونجني من القوم الظالمين. يا سبحان الله. സത്യനിഷേധികൾക്ക് ഉപമ പറയാം. അത് ലൂത്തിൻ്റെയും നൂഹിൻ്റെയും ഭാര്യമാരാണ്. കാനത്താ തഹ്ത അബ്ദൈനി മിൻ ഇബാദിനാ സ്വാലിഹൈനി, സ്വാലിഹീങ്ങളായ രണ്ട് ആളുടെ കീഴെ ഭാര്യമാരായി വസിച്ചവരായിരുന്നു ഇവർ. ഫഖാനതാഹുമ, എന്നിട്ടും ഇവർ ചതിച്ചു. എന്താ ചതിച്ചു? വ്യഭിചരിച്ചു എന്നല്ല, ആ മനുഷ്യൻ പ്രചരിപ്പിച്ചതിനെ ഉൾക്കൊള്ളാൻ ആ രണ്ട് പെണ്ണുങ്ങൾക്കും കഴിഞ്ഞില്ല. മാ സനത് ഇംറഅതു നബിയ്യിൻ, ഒരു നബിയുടെ ഭാര്യയും വ്യഭിചരിച്ചിട്ടില്ലെന്ന് മുഹമ്മദ് മുസ്തഫ. അപ്പോൾ ഭാര്യ ഭർത്താവിനെ വഞ്ചിച്ചു എന്ന് പറയുന്ന നിങ്ങൾ വിചാരിക്കുന്ന ലോക്കൽ അർത്ഥമല്ല ഇവിടെ ഉള്ളത്. മനസ്സിലായില്ല? എന്ത് ചെയ്തിട്ടില്ല? അവർ കാഫറായിട്ടുണ്ട്. എന്ത് ചെയ്തിട്ടില്ല? പറ, മനസ്സിലായി? എന്ത് ചെയ്തിട്ടില്ല? മാ സനത് ഇംറഅതു നബിയ്യിൻ ഖത്തു, ചരിത്രത്തിൽ ഒരിക്കലും ഒരു നബിയുടെ ഭാര്യ വ്യഭിചരിച്ചിട്ടേയില്ല. അപ്പോൾ ഫഖാനതാഹുമ എന്ന വാക്കിന്റെ അർത്ഥം വ്യഭിചാരമല്ല, പിന്നെന്താ? ഈ മനുഷ്യൻ അള്ളാഹുവിനെ നേടുകയും അള്ളാഹുവിനെ അന്വേഷിക്കണമെന്ന് സമൂഹത്തോട് കൽപ്പിക്കുകയും ചെയ്തപ്പോൾ കളവാക്കിയ കൂട്ടത്തിൽ നടന്ന ആളുകളാണ് ഇവർ. മനസ്സിലായോ പറഞ്ഞത്? ആ മഹാൻ അന്വേഷിക്കുന്നതിനെ അന്വേഷിക്കാൻ ആ രണ്ട് പെണ്ണിനും കഴിഞ്ഞില്ല. മനസ്സിലായോ? അതുകൊണ്ട് അവൾ സുഖലോലുപയായി. നിങ്ങൾ എൻ്റെ കൂടെ വാ, ഇന്ന് കുറഞ്ഞ നേരം ദിക്റല്ലേ അവസാനിപ്പിച്ചാൽ മതി, ഒന്നും പേടിക്കണ്ട. ദിക്റല്ലേ, താലേക്ക് ഇത് കയറണ്ടേ? നിങ്ങൾക്ക് പറഞ്ഞത് മനസ്സിലായോ? എന്നിട്ട് അവൾ സുഖലോലുപയായി ജീവിച്ചു. നാട്ടുകാരെ ചീത്ത മുഴുവനും ലൂത്ത് നബി കേൾക്കും, നൂഹ് നബിയും കേൾക്കും. ഇവളവരുടെ കൂട്ടത്തിലാണ്. നൂഹ് നബീന്റെ ഭാര്യ സുഖലോലുപയാണ്. കാരണം എല്ലാവരും അംഗീകാരം ആർക്കുണ്ട്? ഭാര്യമാർക്കുണ്ട്. നൂഹ് നബിയെ പറ്റിയുള്ള കുറ്റമൊക്കെ പറയും. എന്നാലും നാട്ടുകാർ എന്ത് പറയും? ആ പെമ്പറന്നോൾ അവിടെ ഉള്ളതുകൊണ്ട് ഓന്റെ കളിയൊക്കെ നമുക്ക് മനസ്സിലാവുന്നു. അപ്പോ മനസ്സിലായില്ല? നാട്ടുകാർക്ക് അനഭിമതനാണ് ആര്? അള്ളാഹുവിനെ തേടിയ നൂഹ്. അങ്ങനെ പറയടാ, അള്ളാഹിനെ തേടിയ ലൂത്ത്. ആര് അഭിമതരാണ്? ഭാര്യമാര്. നാട്ടുകാരെന്താ പറയണേ? ആ പെൺകുട്ടി തിരക്കടില്ല, ഓൾക്ക് ആചാരി പീരാണ്ടൊന്നും ആയിട്ടില്ല. മറ്റോനാരാ? നൂഹ് നബി ആരാ? പറ. നൂഹ് നബിന്റെ ദിവസമാണ് നൂഹ് നബിയുടെ കപ്പൽ നങ്കൂരമിട്ടത് എന്നാ പറടാ ആശുറ. അപ്പൊ എന്താ ആശുറ? ആശുറ നോമ്പ. എന്താ ആശുറ? അള്ളാഹുവിനെ അന്വേഷിക്കുന്നവർ അനുഭവിച്ച ത്യാഗത്തിന്റെ ഓർമ്മയാണ് എന്ത്? അതാണ് ആശുറ. അപ്പൊ നാട്ടുകാർ നല്ലത് പറയും ആരെപ്പറ്റി? നൂഹ് നബിയുടെ മോശം പറയും. അരക്കൈ കുറ്റുള്ളൂ, താനിപ്പിരാണ്ട്, എന്നാ ഓക്കപ്പിരാണ്ടില്ല. ലൂത്തിനെ പറ്റി പറഞ്ഞ അലൈഹിസ്സലാം അരക്കൈ കുറ്റൂല, താനി പടക്ക്, നാ ഓരക്കടില്ല. അതേ സമയത്ത് നോക്ക്, അപ്പൊ സുഖലോലുപകളാണ് രണ്ടാളും. ആരും നൂഹ് നബിയുടെ ഭാര്യയും. ശരി, അടുത്ത ആഴ്ച വല്ലറബല്ലാഹു
മസലല്ലില്ലദീന ആമനു, ഈമാൻ നേടിയവർക്കൊരു ഉദാഹരണം പറഞ്ഞാൽ ഇംറഅത്തു ഫിർഔൻ, അത് ഫറോവയുടെ ഭാര്യയാണ്. ആസിയ എന്ന് പറയാനടാ 2-3 അക്ഷരം മതി. ഇംറഅത്തു ഫിർഔൻ എന്ന് പറഞ്ഞാൽ എത്ര അക്ഷരം വേണം? ഇംറഅത്തു ഫിർഔൻ അല്ലേ? എത്ര അക്ഷരം വേണം? 9 അക്ഷരം വേണം. ആസിയ എന്ന് പറയാലോ, ആസിയ ആസിയ എന്ന് പറയാൻ ആസിയ ഒരു ഹാത്താവും. എത്ര മതി? 4 അക്ഷരം മതി ആസിയ എന്ന് പറയാൻ. ഇംറഅത്തു ഫിർഔൻ എന്ന് പറയാനോ ഇതാണെങ്കിലും ഇനി എഡിറ്റ് ചെയ്യാൻ പറ്റാത്ത കിതാബാണ്. എന്ത് പിന്നെ അങ്ങനെ പറഞ്ഞു? ആസിയ എന്ന് പറഞ്ഞാൽ തിരിയൂല. ഇംറഅത്തു ഫിർഔൻ എന്ന് പറഞ്ഞാൽ ആ സ്ത്രീ അനുഭവിച്ച തീച്ചൂള മനസ്സിലാവും. കാരണം ഈ തൗഹീദിന്റെയും അള്ളാഹുവിൻ്റെയും ഏറ്റവും വലിയ ശത്രുവാണ് ആര്? ആ ഫിർഔന്റെ കൊട്ടാരത്തിൽ ഭാര്യയായി വസിക്കുന്ന ഒരു പെണ്ണ് മൂമിനത്താണെങ്കിൽ ആ പെണ്ണ് അനുഭവിച്ച ത്യാഗം, അതാണ് എന്തിൻ്റെ ഉദാഹരണം? എന്താണ് ഉദാഹരണം? എന്തിനുദാഹരണം? അതൊക്കെ ഇംഗ്ലീഷാ. മൂമിൻ്റെ ഉദാഹരണം അതൊക്കെ ഇംഗ്ലീഷാ. മലയാളം പറയണം. മൂമിൻ പറഞ്ഞാരാ? അള്ളാനെ കിട്ടിയവരുടെ അപ്പൊ നമുക്ക് അള്ളാഹുവിനെ കിട്ടിയവരുടെ ഉദാഹരണം ഇംറഅത്തു ഫിർഔൻ. ആരാണത്? ഫിർഔന്റെ ഭാര്യ. നീ ഒന്നും പറയണ്ട. ഫിർഔന്റെ ഭാര്യക്ക് അള്ളാനെ കിട്ടിയിട്ടുണ്ടെങ്കിൽ അനുഭവിച്ച ത്യാഗം എത്ര ഉണ്ടാവും? അപ്പൊ എനിക്ക് അള്ളാനെ കിട്ടണമെങ്കിൽ എന്ത് വേണം? ത്യാഗം സഹിക്കണം. അതിന് ഇജ്ജ് തയ്യാറല്ല. ഇജ്ജ് ഉണ്ണിമാന, നാട്ടുകാർക്കൊക്കെ ഉണ്ണിമാന. അതിനെപ്പറ്റി എല്ലാവരും പറഞ്ഞു നല്ല മനുഷ്യനാണ്. അപ്പൊ ജാരല്ല ഇംറഅത്തു ഫിർഔനല്ല. ഇംറഅത്തു ഫിർഔന് മാത്രമേ എന്ത് കിട്ടുള്ളൂ? വല്ല നിങ്ങൾ എൻ്റെ കൂടെ ഇല്ലെങ്കിൽ നമുക്ക് അടുത്ത ആഴ്ച പറയാം. അർത്ഥം പറയാനങ്ങായി. ഈമാൻ വേണ്ടവർക്ക് ഉദാഹരണം. എന്തിനാ ഒരു ഉദാഹരണം പറയാം? ഇങ്ങനെ ഉദാഹരണം ഒരു ഉദാഹരണം എന്തിനാ പറയണത്? മനസ്സിലാവേണ്ട പറഞ്ഞത്. ഉദാഹരണം എന്ന് പറഞ്ഞാൽ അത് നിമിത്തമാക്കിയിട്ട് അടുത്തതിനെ തേടലാണല്ലോ എന്ത്? അതാണല്ലോ മനസ്സിലായി പറഞ്ഞ. കണ്ണു പൊട്ടൻ ആനയുടെ വാല് തപ്പി നോക്കിയപ്പോൾ കണ്ണൊട്ടം പിന്നെ പേടിയിൽ വന്ന് പറഞ്ഞു ആന എന്നാണ് ചൂല് പോലെയാണ്. മനസ്സിലായില്ല? അപ്പൊ ആനക്കൊരു ഉദാഹരണമാണല്ലോ ഇപ്പൊ പറഞ്ഞത്. ഒരു ഉദാഹരണം എന്താ? അതിൽ നിന്ന് കാര്യം മനസ്സിലാക്കലാണല്ലോ ലക്ഷ്യം. ഇപ്പൊ ഇവിടെ ഉദാഹരണം പറഞ്ഞ ആരാ? ഇവിടെ ഉദാഹരണം പറഞ്ഞതാരാ? അത് പറയണ കുട്ടി ആരാ ഇവിടെ ഉദാഹരണം പറഞ്ഞത്? റഹ്മത്തുള്ള ഖാസിമിയോ? ആരുടെ ഉദാഹരണം പറഞ്ഞത്? അല്ലാഹ്. അപ്പോൾ ഈ എന്നെ വേണ്ടവർക്ക് ഉദാഹരണം മുഅ്മിനീങ്ങൾ. ആരാ മുഅ്മിനീങ്ങൾ? അള്ളാഹനെ വേണ്ടവർ, അള്ളാഹനെ തേടുന്നവർ, അള്ളാഹുവിനെ അന്വേഷിക്കുന്നവർ. അവർക്കൊരു ഉദാഹരണം ആരാണ്? ഇംറഅത്തു ഫിർഔൻ. ആസിയ എന്ന് പറഞ്ഞാൽ കിട്ടൂല. ആസിയ അങ്ങനെ എത്ര ആസിയ ഉണ്ട്? ഇംറഅത്തു ഫിർഔൻ എന്ന് പറഞ്ഞാൽ തിരിയും. ആസിയ എന്ന് ഖുർആൻ പറഞ്ഞതേ ഇല്ല. ഒരിക്കൽ പോലും ഖുർആനിൽ എന്തില്ല? ആസിയ എന്നില്ല. എന്തുണ്ട്? ഈ 4 അക്ഷരം ഖുർആൻ ഒഴിവാക്കിയിട്ട് 9 അക്ഷരം കൊണ്ടുവന്നു. ഇംറഅത്തു ഫിർഔൻ എന്ന് പറഞ്ഞാൽ എല്ലാം ഉണ്ട്. നിങ്ങൾക്ക് പറഞ്ഞിട്ട് മനസ്സിലാകും. കാരണം ആ പെണ്ണിന് അള്ളാഹുവിനെ കിട്ടിയിട്ടുണ്ടെങ്കിൽ ആ പെണ്ണ് അനുഭവിച്ച ത്യാഗത്തിന് കയ്യോടെ കൊണ്ടാവില്ല. അപ്പോൾ ഇതാണ് ഉദാഹരണം. ഇനിയിപ്പോൾ അർത്ഥം വെക്ക്. പറ. ഇന്നത്തെ ദിവസത്തിന് കഴിഞ്ഞു. വിഷയം കഴിഞ്ഞു. ഇജ് നാട്ടുകാർക്ക് ഇന്നിമാനാണെങ്കിൽ ജാമക്കടയങ്ങായി. ഇജ് നിൽക്കണ്ടോട്ട് നിന്നാൽ അന്നെ എല്ലാവരും തിരസ്കരിക്കും. ആര് വരെ തിരസ്കരിക്കും? സ്വന്തം ഭാര്യ തിരസ്കരിക്കും. മൂപ്പർക്ക് പിരാന്താണ്. മനസ്സിലാവേണ്ട പറഞ്ഞത് തന്നെ. എടാ ഇന്നത്തെ ദിവസത്തിൻ്റെ പ്രത്യേകത നിനക്കറിയോ? മുത്തിന് പിന്നെ പേരക്കുട്ടിനെ രാവിലെ വെള്ളിയാഴ്ച രാവിലെ മുഹറം 10 വെള്ളിയാഴ്ച രാവിലെ ആർത്തിട്ട് തലവേറി ഉടൽ വേറിയാക്കി. എന്തേ? ഹക്ക് പറഞ്ഞു. ബാത്തിൽ അംഗീകരിക്കൂലായിരുന്നു. യസീദിൻ്റെ കയ്യിൽ യസീദ് കാണിക്കുന്ന പലതും ബാത്തിലാണെന്ന് ആ മനുഷ്യന് ബോധ്യപ്പെട്ടു. യസീദിൻ്റെ ഭരണം അള്ളാഹുവിൻ്റെ റസൂൽ പറഞ്ഞ ഭരണമല്ല എന്ന് ബോധ്യപ്പെട്ടു. അപ്പോൾ പിന്നെ ജനങ്ങൾക്ക് വേണ്ടി എണീറ്റുന്നു ആ മനുഷ്യൻ. അപ്പോൾ ആ മനുഷ്യനെ എന്ത് ചെയ്തു? ആ മനുഷ്യനെ ഹക്കിൻ്റെ ആളാണ്. അപ്പുറത്ത് പള്ളി നിറച്ച ആളുകൾ നിസ്കരിക്കുന്നുണ്ട്. ഓല ഭാഗത്തേക്ക് പിന്നെ യസീദ് തിരിഞ്ഞാൽ നോക്കിയില്ല. എന്തുകൊണ്ട്?
അന്നെപ്പോലത്തെ സുന്നത്തന്മാർ അന്നുണ്ടായി. ഞങ്ങൾ ഈ സുന്നത്തന്മാരൊന്നും തലെടുത്തില്ല. അന്നുണ്ടടാ ആശുറാവ് നോമ്പ് വിളിക്കണവര്. ഇതേതാ കൊല്ലം? ഹിജറ 61. നിങ്ങൾ എൻ്റെ കൂടെ അല്ലല്ലോ പഠിച്ചോനെ. എടാ ഹിജറ 10 തുടങ്ങിയിട്ടില്ലേ? എന്ത് അപ്പോൾ ആശുറാ നോമ്പിന് അന്നെപ്പോലെയും ഇന്നെപ്പോലെയും ആശുറാ നോമ്പോറ്റൽ അവിടെ ഉണ്ടായിരുന്നു. ഓലെ യസീദ് കൊന്നോ? പഠിച്ചോനെ ഇവർക്കൊരു ബോധം കൊടുക്കണമേ റബ്ബേ. ആശുറായിൻ്റെ നോമ്പന്മാരുണ്ടായിരുന്നു അവിടെ. ഈ നോമ്പന്മാരെ യസീദ് കൊന്നില്ല. എന്തുകൊണ്ട്? ഒക്കെ നല്ല മനുഷ്യന്മാരാണ്. പിന്നെന്തിനു കൊല്ലുന്നു? ഇത് ബെടക്കാണ്, ഇത് കൊല്ലണം. വെള്ളിയാഴ്ച ആശുറായിൻ്റെ അന്ന് തല വേറെ, ഉടല് കെർബലയിലാ, തല കൈറോയിലാ. ഞാൻ രണ്ടിടത്തും പോയിട്ടുണ്ട്. ഉടല് കെർബലയില, തല കൈറോയില. മുറിച്ച് രണ്ടാക്കി കൊല്ലുവല്ലേ ഇതത്. എന്നിട്ട് ഉടല് വേറെയും തല വേറെയാക്കി. ആശുറാവ് നോമ്പ് നോറ്റ 10,000-കണക്കിന് ആളുകൾ കൂഫയിലും കെർബലയിലും ഒക്കെ ഉണ്ടായിരുന്നു. ആ ഭാഗത്തേക്കൊന്നും ഒരാളും തിരിഞ്ഞു നോക്കിയില്ല. എന്തുകൊണ്ട്? പാവം മനുഷ്യന്മാരാണ്. തൊള്ളിയിൽ ബെല്ലിട്ടാൽ കടിക്കൂല എണ്ണിമാൻ. ഇപ്പം മൂല്യന്മാരെന്നെ പറയാണ്, ഇത് പുതിയ കാലത്ത് മൂല്യന്മാരെന്നെ പറയാണ് അതൊന്നും ഹുസൈൻ ചെയ്യാൻ പാടില്ലായിരുന്നു. എന്തിനാണ് ആത്മഹത്യാപരമായ അങ്ങനത്തെ ഒരു കർബലയിലേക്ക്? ഇത് മൂല്യന്മാരെ പുതിയ പ്രസംഗം, മൂല്യന്മാരെ പ്രസംഗം, പുതിയ മൂല്യന്മാരെ പ്രസംഗമാണ്. അതൊന്നും ചെയ്യാൻ പാടില്ലായിരുന്നു. ബസറേക്കിച്ച പാങ്ങേറ്റ് പുതിയ മൂല്യന്മാരെ പ്രസംഗം, മൂല്യന്മാരെ പുതിയ പ്രസംഗമാണ്. അത് ഹുസൈൻ ചെയ്യാൻ പാടില്ല, അത് തെറ്റ് സംഭവിച്ചതാണ്. ആരപ്പം പറയണത്? ഈ ഇന്നത്തെ ഇരുകാലി, ഓൻ്റെ പള്ള നിറച്ച് പലിശ, ഓൻ്റെ തൊള്ളയിലും പലിശ, ഓൻ്റെ മൂക്കിലും പലിശ. ഈ പലിശക്കാരനായ, ഈ പലിശ മുണിങ്ങി നടക്കണ ആധുനിക മൗലിയർ പറയാണ് എന്ത് ഹുസൈൻ ചെയ്തത് തെറ്റാണ്. അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. ഇതൊക്കെ പുതിയ കാലം. ആ മനുഷ്യനെ മുസ്ലിങ്ങൾ ക്ഷമിച്ചില്ല. 1-ാം നൂറ്റാണ്ട്. എന്തുകൊണ്ട്? ആ മനുഷ്യൻ അള്ളാഹനെ അന്വേഷിക്കുന്ന ആളാണ്. അപ്പോൾ ത്യാഗം അവരെ കൂടെ പറപ്പ. എന്നൊക്കെ പറഞ്ഞത് മനസ്സിലായി. ചിന്തിക്ക്. തൻ്റെ ലൈംഗികാവയവത്തിൽ കുന്തം കയറ്റിയിട്ടാണ് കൊന്നത് ആസിയ ബീവിയെ. അങ്ങനെയാണ് ആദ്യത്തെ ഷഹീദത്ത്. ആദ്യത്തെ ഷഹീദത്താര പറ. മുത്തുനബിയുടെ ഉമ്മത്തിൽ ആദ്യത്തെ ഷഹീദത്താരാണ്? ആരാ? സുമയ്യ ബീവി. എങ്ങനെ കൊന്നത്? അബൂജഹൽ വന്നിട്ട് ലൈംഗികാവയവത്തിൽ കുന്തം കയറ്റി കൊന്നു. ലൈംഗികാവയവത്തിൽ ആ ഉമ്മാടെ ലൈംഗികാവയവത്തിൽ കുന്തം കയറ്റിയ കൊന്നത്. ആരെ കൊന്നത് പോലെ? ആസിയ ബീവിയെ കൊന്നത് പോലെയാണ് ഇവിടെയും കൊന്നത്. എന്തേ? ഈ രണ്ടാൾക്കും ഇടയിലുള്ള സാമ്യത എന്താ? രണ്ടാളും ആരാളാണ്? അല്ലാഹ്. ഞാൻ അവസാനിപ്പിക്കുകയാണ്. കാര്യങ്ങൾ മനസ്സിലാകാതെ ദീപസ്തംഭം മഹാശ്ചര്യം നമുക്കും കിട്ടണം പണം എന്ന് പറയും പോലെ നമ്മൾ ഇതാണ് അല്ലാഹു ضرب الله مثلا للذين آمنوا امرأة فرعون إذ قالت رب ابن لي عندك അതൊക്കെ വല്ലാർത്താണ്ട് പൊന്നാര ഡോക്ടറെ പറഞ്ഞാൽ തീരൂല. അപ്പോഴേ ഈ പെണ്ണ് പറയുന്നത് റബ്ബിബ്നി ലീ, റബ്ബേ നീ എനിക്ക് ഉണ്ടാക്കി തരണം. ബൈത്തം ഫിൽ ജന്ന എന്നല്ല, ഇൻദക ബൈത്തം ഫിൽ ജന്ന, നിന്റെ സാമീപ്യത്തിൽ ഒരു സ്വർഗവീട്. അപ്പം സ്വർഗവീടല്ല, അത് നിന്റെ സാമീപ്യത്തിലായിരിക്കണം. എന്തൊക്കെ മുന്തിച്ചു, ഭയങ്കരം. സ്വർഗത്തിനൊരു വീട് തരൽ ഈ പെണ്ണിൻ്റെ ലക്ഷ്യമല്ല. ഈ പെണ്ണിൻ്റെ ലക്ഷ്യം എന്തല്ല? സ്വർഗവീടല്ല, പിന്നെ എന്തൊക്കെയാണ്? റബ്ബിൻ്റെ സാമീപ്യമാണ്. رب ابن لي عندك بيتا في الجنة وضرب الله مثلا للذين آمنوا امرأة فرعون إذ قالت رب ابن لي عندك بيتا في الجنة إذ قالت റബ്ബ് ആ പെണ്ണ് പറഞ്ഞ സന്ദർഭം നിങ്ങൾ ഓർക്കുക. ഇബ്നലി, നീ എനിക്ക് നിർമ്മിച്ചു തരണം.
നിന്റെ സാമീപ്യത്തിൽ ബൈതൻ ഫിൽ ജന്ന, സ്വർഗത്തിൽ ഒരു വീട് നിന്റെ സാമീപ്യം മുന്തിച്ചു. റബ്ബി ബിനി ഇൻദക്, നിന്റെ സാമീപ്യം. എനിക്ക് ആദ്യം വേണ്ടത് നിന്റെ പറ സാമീപ്യം. എനിക്ക് വേണ്ടത് നിന്നെയാണ്, എനിക്ക് വേണ്ടത് നിന്നെയാണ്, എനിക്ക് വേണ്ടത് നിന്നെയാണ്, നിന്നെയാണ്, എനിക്ക് വേണ്ടത് നിന്നെയാണ്, നിന്നെയാണ്. ചിന്തിക്ക്. മൻസൂർ ഹല്ലാജ് പറഞ്ഞു, എനിക്ക് വേണ്ട ശിക്ഷയാണ്, എനിക്ക് വേണ്ട സ്വർഗ്ഗമല്ല, എനിക്ക് വേണ്ട ശിക്ഷയാണ്, എനിക്ക് വേണ്ട ശിക്ഷയാണ്. കാരണം നീ എനിക്ക് തന്ന അനുഗ്രഹങ്ങൾക്ക് കയ്യും കണക്കില്ല. ഇനി സ്വർഗം വാങ്ങാൻ എനിക്ക് ലജ്ജ. നീ എന്നെ നരകത്തിലിട്ടാൽ മതി, നീ എന്നെ ശിക്ഷിച്ചാൽ മതി. ആര് പറഞ്ഞു? മൻസൂർ ഹല്ലാജ്. കാരണം അനുഗ്രഹത്തിൻ്റെ പർദീസയിൽ നിന്നുകൊണ്ട് നിന്നോട് അനുഗ്രഹം ചോദിക്കാൻ എനിക്ക് ലജ്ജ, എനിക്ക് വേണ്ട ശിക്ഷ. കുല്ലു മആരിബി ഖദ് നിൽതു മിൻഹാ സിവാ മൽദൂദി വജ്ദി ബിൽ അദാബി. കുല്ലു മആരിബി ഖദ് നിൽതു മിൻഹാ സിവാ മൽദൂദി വജ്ദി ബിൽ അദാബി. ഇത് മൻസൂർ ഹല്ലാജിന്റെ ബൈത്താ. എന്റെ മനസ്സ് ആഗ്രഹിക്കുന്നതെല്ലാം ഞാൻ ഈ ദുനിയാവിൽ കരസ്ഥമാക്കിയിട്ടുണ്ട്. എന്താ എനിക്ക് വേണ്ടത് അതെല്ലാം കിട്ടിയിട്ടുണ്ട്. നിന്റെ ശിക്ഷയുടെ ആരസം അനുഭവിക്കാൻ കഴിഞ്ഞില്ല എന്നേ ഉള്ളൂ. അപ്പൊ എനിക്ക് വേണ്ടത് ശിക്ഷയാണ്. ആ മൻസൂറിനെ മൗലവിമാർ കൂടി ഫത്വ കൊടുത്ത് ടൈഗ്രീസ് നദിയുടെ തീരത്തിട്ട് അർത്ഥമൊന്നു. ഇത് വിരാന്താണല്ലോ. മനസ്സിലായില്ല. മൻസൂർ ഹല്ലാജിനെ അർത്ഥമൊന്നു ആരാർക്കാൻ പത്ത് കൊടുത്ത് അലിമിങ്ങൾ. وكل مآربي قد نلت منها سوى ملذوذ وجدي بالعذاب. وكل مآربي قد نلت منها. എല്ലാം എനിക്ക് കിട്ടിയിട്ടുണ്ട്, എല്ലാ സുഖങ്ങളും ആസ്വദിച്ചിട്ടുണ്ട്. സുഖത്തിന്റെ പർദീസയിലാണ് ഞാൻ ദുനിയാവിൽ. ഫക്കീറായി ജീവിക്കുക, എന്നിട്ടും അവർക്ക് അനുഭവിക്കുന്ന സുഖത്തിന് കയ്യും കണക്കില്ല. കാരണം അള്ളാൻ അറിഞ്ഞോന് സുഖം അറിയും. നമ്മൾക്ക് പടച്ചോൻ തന്നിട്ടില്ല എന്ന് തോന്നുന്നത് നമ്മളെ കൽബിൽ ആരില്ല, അതല്ലാത്തതുകൊണ്ടാണ്. അതാ എടാ, നിൻ്റെ ഭാര്യ സക്കീന ഒരു റൂളി പെൻസ് നിനക്ക് തന്നാലും നിനക്കത് വലിയതായിരിക്കും. നിൻ്റെ കൽബിൽ സക്കീന ഉണ്ടെങ്കിൽ. സക്കീന ഇല്ലെങ്കിൽ അവളെനിക്ക് റിസ്റ്റ് വാച്ച് തന്നാൽ തന്നെ ഇപ്പം ആ വെഡ്ഡിങ് ആനിവേഴ്സറി ഇപ്പോൾ താങ്ങി പിടിച്ച് തരുന്ന സാധനപ്പെടും. മറ്റേ ആ കുഞ്ഞുമേമിന് ഓൻ്റെ പെണ്ണുങ്ങൾ കഴിഞ്ഞ ആഴ്ച വെഡ്ഡിങ് ആനിവേഴ്സറിക്ക് കൊടുത്ത് കണ്ടിട്ട് ഞാൻ ഈ ഓൻ്റെ മുന്നിൽ കൂടി എങ്ങനെ നടക്കുക? മനസ്സിലായില്ല? ഇത് പറയില്ലേ നിങ്ങളെൻ്റെ കൂടെ ഉണ്ടാ? എടാ, റൂളി പെൻസിൽ തന്നാലും നിൻ്റെ കടലാസിൽ എഴുതുന്ന റൂളി പെൻസിൽ എഴുതി തന്നാലും നിനക്ക് വലിയതാവും നിൻ്റെ ഭാര്യ നിൻ്റെ പ്രേമഭാജനമാണെങ്കിൽ. ഫക്കീറാണ് മൻസൂർ ഹല്ലാജ്. പക്ഷേ പടച്ചവനോട് പറയാൻ എനിക്ക് സ്വർഗ്ഗമാണ് ഇവിടെ തന്നെ. കാരണം ഇജല്ലേ എനിക്ക് തരുന്നത്. അതുകൊണ്ട് ഞാൻ നിന്നോട് എന്ത് ചോദിക്കൂല, സ്വർഗ്ഗമൊന്നും ചോദിക്കൂല. എനിക്ക് വല്ലതും പരലോകത്ത് തരികയാണെങ്കിൽ എന്ത് തരണം? കാരണം സുഖം മുഴുവൻ ഇവിടെ അനുഭവിച്ചാൽ എനിക്ക് ഇനി ശിക്ഷയല്ലേ അനുഭവിക്കേണ്ടത്? മനസ്സിലായില്ലേ? ചിന്തിക്ക്. കുല്ലു മആരിബി ഖദ് നിൽതു മിൻഹാ സിവാ മൽദൂദി വജ്ദി ബിൽ അദാബി. ചിന്തിക്ക്. അതേ മനുഷ്യനാണ് سقاني الشوق كأسا بعد كأسي فما نفذ الشراب وما أرضاني. കഴിഞ്ഞ ആഴ്ച ഞാൻ ബേത്തിലോട്ട് തെറ്റി. ഫമ ബക്കിയ എന്നല്ല, ഫമാ നഫദ ശറാബുന. കഴിഞ്ഞ ആഴ്ച ബേത്ത് തെറ്റിപ്പോയതാ, ഞാൻ ഓർമ്മയിൽ നിന്ന് എടുക്കുക. سقاني الحب كأسا بعد كأسي فما نفذ الشراب وما أرضاني. പ്രേമത്തിന്റെ ചഷകം ഞാൻ കുടിച്ചുകൊണ്ടേയിരുന്നു.
എന്റെ പടച്ചോനോടുള്ള പ്രേമം, അതിന്റെ ചഷകം ഞാൻ മോണ്ടിക്കൊണ്ടേയിരുന്നു. നിറഞ്ഞ ചഷകങ്ങൾ ഞാനിങ്ങനെ മോണ്ടിക്കൊണ്ടേയിരുന്നു. ഒരു ചഷകം എറിയുമ്പോൾ അടുത്ത ചഷകം. ചഷകവും തീർന്നില്ല, എന്റെ ദാഹവും അടങ്ങിയില്ല. ചഷകത്തിലെ മദ്യം തീർന്നില്ല, നിന്നെ പറ്റിയുള്ള പ്രേമം എനിക്ക് തീർന്നില്ല. ഒമാറവാനി, എൻ്റെ ദാഹമോട്ട് അടങ്ങിയതുമില്ല. ദാഹവും തീർന്നിട്ടില്ല, പ്രേമവും തീർന്നില്ല, ദാഹവും തീർന്നില്ല. ആരോടുള്ള പ്രേമം? അള്ളാഹുവിനെ തേടിപ്പോയവരുടെ പെരുന്നാളാണ് ആശുറ. ബാക്കി അടുത്ത ക്ലാസ് എല്ലാവരും ലീവുള്ള ദിവസമാണ്. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് വലിയ തിരക്കുള്ളവർക്കൊക്കെ പോകാം. ഒരു ചെറിയ ഫാത്തിഹ ഓതി ദുആ ചെയ്ത് അവസാനിപ്പിക്കാം. അള്ളാഹു നമ്മളെ അള്ളാഹിൻ്റെ പൊരുത്തപ്പെട്ട അടിമകളിൽ ചേർത്ത് തരട്ടെ. അള്ളാഹു നമ്മളെ സ്വാലിഹ്യങ്ങൾ ചേർത്ത് തരട്ടെ. ഒരു ഫാത്തിഹ യാസീൻ ഇഖ്ലാസ് മുഹമ്മദത്തിന് ഓതിയാൽ തിരക്കുള്ളവർക്കൊക്കെ പോകാം. ഒരു ഫാത്തിഹ യാസീൻ ഇഖ്ലാസ് മുഹമ്മദത്തിന് ഓതുക. ഞാൻ കരുതി കൂട്ടിയിട്ട് കയറ്റിയതാണ്. നമുക്ക് തിരിയണമല്ലോ. അതിൻ്റെ അർത്ഥം ആർക്കും റബ്ബിനെ തിരിയൂല എന്നല്ല, തിരിയും. നമ്മളളവിൽ തിരിയണമല്ലോ. നമ്മൾ ആരന്വേഷിക്കണം? മുട്ടുവിൻ തുറക്കപ്പെടുന്നല്ല, നമ്മൾ ആരന്വേഷിക്കണം? അന്വേഷിക്കണം. അതല്ലേ നമ്മൾ ലക്ഷ്യം. നിസ്കാരമല്ലല്ലോ. ഒരു സുജൂദ് ചെയ്യാത്ത ആൾക്ക് അല്ലാഹു തആല സ്വർഗം കൊടുത്തിട്ടില്ലേ? എന്തുകൊണ്ട്? അയാൾ അല്ലാഹുവിനെ അന്വേഷിച്ചു, പിന്നെ മരിച്ചു. നേരം വെളുത്തിട്ടാണ് ഒരാൾ 10 മണിയായിട്ട് ജൂതൻ്റെ വീട്ടിൽ നിന്ന് ആടിനെയും കൊണ്ട് വരുന്ന ഒരാൾ ഖൈബറിൽ വന്നു. ആടിനെ കൊണ്ട് വന്ന് അപ്പോൾ ആരോ നബിയെ പറ്റി പറഞ്ഞു. അപ്പോൾ നബിയുടെ തമ്പിലേക്ക്, ആടിനെ പുറത്ത് നിർത്തി തമ്പിലേക്ക് ചെന്നു. അപ്പോൾ നബിയെ കണ്ടപ്പോൾ ഇയാൾക്കൊരു അത്ഭുതം. നിങ്ങളല്ലേ ആ പറയപ്പെടുന്ന ആൾ ചോദിച്ചു. ആ ഞാൻ തന്നെയാണോ? അപ്പോൾ എനിക്കെന്തോ നിങ്ങൾ പറഞ്ഞു തരുമല്ലോ, നിങ്ങൾ ആളുകൾക്കൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ടല്ലോ, എനിക്ക് പറഞ്ഞു തരുമോ ചോദിച്ചു. ആ പറഞ്ഞു തരാമോ? അപ്പോൾ നബി പറഞ്ഞു കൊടുത്തു, അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അഷ്ഹദു അന്നക റസൂലുള്ളാഹ്. അത് പറഞ്ഞു. അത് അയാൾ വിശ്വസിച്ചു. പിന്നെ അയാൾ ചോദിച്ചു, ഫമാ ഫഅല ബി പിന്നെ ഈ ആടിനിപ്പോൾ ഞാൻ എന്താ കാട്ടു ചോദിച്ചു. അപ്പം നിങ്ങളെ കൂട്ടത്തിൽ കൂടിയാലും. അപ്പോൾ റസൂലുള്ളാഹ് പറഞ്ഞു, ജൂതന് ഒരു ആടിനെ നഷ്ടപ്പെടാൻ പാടില്ല, അത് അല്ലാഹു പൊറുക്കൂല. എന്നെ വിശ്വസിച്ചേൽപ്പിച്ചല്ലേ. നീ ആടിനെ പോയി ജൂതൻ്റെ ആട്ടിൻ്റെ ആട് കൂടുന്ന ഏരിയയിലേക്ക്, ജൂതൻ്റെ വീട്ടിൻ്റെ പരിസരത്തേക്ക് എത്തിച്ചു വെക്ക്. എന്നിട്ട് അവിടുന്ന് മെല്ലാണ് പോര്. ജൂതൻ്റെ വേലക്കാരും മറ്റുള്ളവരും കുടുംബമൊക്കെ താമസിക്കുന്ന പരിസരത്തേക്ക് ഇയാൾ ആടിന് വെള്ളമൊക്കെ കാട്ടി അവിടെ എത്തിച്ചു കൊടുത്തു. പിന്നെ അയാൾ മെല്ലെ അങ്ങോട്ട് തമ്പിലേക്ക് വന്നു. അപ്പോൾ കുറച്ച് ആളുകൾ പടച്ചട്ട അണിഞ്ഞ് നിൽക്കുന്നുണ്ട്. അപ്പോൾ റസൂലുള്ളാഹിയോട് ഇയാൾ ചോദിക്കുന്നു, ഇലായിനെ യദ്ഹബൂന, ഇവരൊക്കെ എവിടുക്ക പോകണമെന്ന് ചോദിച്ചു. അപ്പോൾ ഹബീബായ നബി പറഞ്ഞു, ഇലൽ ഖിതാൽ, അവർ യുദ്ധത്തിലേക്ക് പോവാണ്. അപ്പോൾ അയാൾ ചോദിച്ചു, ആന അദ്ഹബു മഅഹു, എനിക്ക് ഇവരുടെ കൂടെ പോയിക്കൂടെ എന്ന് ചോദിച്ചു. അയാൾ അപ്പോൾ മുസ്ലിമായിട്ടേ ഉള്ളൂ. രാവിലെ 10 മണിയാണ്, സുബൈ കഴിഞ്ഞിട്ടാണ് അയാൾ മുസ്ലിമായത്, ളുഹ്റോട്ട് ആയിട്ടുമില്ല. അപ്പോൾ റസൂലുള്ളാഹി പറഞ്ഞു, പോകാം. അല്ല എന്തൊക്കെ മനസ്സിലായി, ആയുധം ചോദിച്ചു. ഇല്ല ആയുധമൊന്നുമില്ല. അപ്പോൾ റസൂലുള്ളാഹി വിളിച്ചു ചോദിച്ചു, ആരുടെയെങ്കിലും കയ്യിലൊരു ആയുധം ഉണ്ടെങ്കിൽ ഇയാൾക്ക് വായ്പ കൊടുക്കി. അപ്പോൾ ആരോ ഒരു ആയുധവും കൊണ്ട് ഓടി വന്നു, ഇയാൾ കൊടുത്തു. ഇയാൾ അതും കൊണ്ട് യുദ്ധക്കളത്തിലേക്ക്, ഖൈബറിലെ യുദ്ധക്കളത്തിലേക്ക് എടുത്തു ചാടി. അപ്പോൾ നബിയുടെ ചുറ്റും ആളുകൾ കൂടി. വല്ലാത്തൊരു വിശ്വാസി തന്നെ. അയാൾക്ക് എന്തൊരു വിശ്വാസമാണ്. അയാൾ എത്ര പെട്ടെന്ന് യുദ്ധത്തിലേക്ക് ചാടിയത്. ആ ജനം നബിയുടെ മുന്നിൽ നിന്ന് പിരിഞ്ഞില്ല. അപ്പോഴത്തേന് ഓഹു മഹമലൂഹു, യുദ്ധക്കളത്തിലെ ആളുകൾ അയാളെ ചുമന്നു കൊണ്ടുവന്നു. ഓഹു മഖ്തൂൽ, അപ്പോഴത്തേന് ഈ സാധു ഷഹീദായിട്ടുണ്ട്. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അദ്ദേഹത്തെ മറവ് ചെയ്യാൻ വേണ്ടി കൽപ്പിച്ചു. അങ്ങനെ മറവ് ചെയ്യുന്ന സ്ഥലത്ത് പുണ്യ റസൂൽ നോക്കി നിന്നു. മറവ് ചെയ്യുന്നതിനിടയിൽ റസൂൽ പിന്നിലേക്ക് ഓടി. പെട്ടെന്ന് മറവ് ചെയ്യാൻ പറഞ്ഞു. മറവ് ചെയ്ത് കഴിഞ്ഞ് ആളുകൾ തിരിച്ചു വന്നു. നബിയോട് ചോദിച്ചു, നബിയെ, വലിയ ആവേശത്തിൽ ആ സാധുവിൻ്റെ ഖബറിൻ്റെ അരികിൽ നിർദ്ദേശവും നൽകി മറവ് ചെയ്യാൻ കാത്തുനിന്ന് അങ്ങ് പിന്നെ ഓടിപ്പോകുന്നത് എന്തേന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു, ഐത്തുൽ ഹുറൈനി തദ്ഖുലാനി ഖബ്റഹു വതൻസിഅനി കഫനഹു. ഞാൻ നോക്കുമ്പോൾ സ്വർഗീയ അപ്സരസുകൾ 2 ആളുകൾ ഇയാളുടെ ഖബറിൽ കയറിയിട്ടുണ്ട്. അയാളെ കഫൻ പുടവ നീക്കിയിട്ട് അയാളെ ഉമ്മ വെക്കണം ആ പെണ്ണുങ്ങൾക്ക്. ആ പെണ്ണുങ്ങളെ കണ്ടപ്പോൾ ഞാൻ ഓടിയതാണ്. അവരെ നോക്കിക്കാൻ എനിക്ക് പാടില്ലല്ലോ, ഞാൻ ഓടിയതാണ്. അതുകൊണ്ടാണ് ഞാൻ ഓടിയതെന്ന് പുണ്യ റസൂൽ. ഈ ഹദീസ് അവസാനിക്കുന്നിടത്ത് അവസാനത്തെ വാക്ക് വലം യസ്ജുദ് ലില്ലാഹി സജദതൻ വാഹിദ, അയാൾക്ക് ഒരു സുജൂദ് പോലും ജീവിതത്തിൽ ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. ഒരു ബിസ്മി അയാൾ പഠിച്ചിട്ടില്ല. പറ, നമുക്ക് ഖുർആൻ 30 കിട്ടും, ആയുസ് മുഴുവൻ ബിസ്മിയ. ആരെ കിട്ടിയില്ല?
അള്ളാഹിനെ കിട്ടിയില്ല. അദ്ദേഹത്തിന് ഒന്നും കിട്ടിയില്ല. ആരെ കിട്ടി? അള്ളാഹിനെ കിട്ടി. കാരണം അവർ അന്വേഷിച്ചത് അള്ളാഹുവിനെയാണ്. ബാക്കി അടുത്ത ക്ലാസ് ഇൻഷാ അള്ളാഹ്. അള്ളാഹു നമുക്ക് നാഫിയായ ഇൽമിനെ തരട്ടെ. മനസ്സറിഞ്ഞ അമ്മയും പറയാം, മനസ്സ് തുറക്കും. ഞാൻ എൻ്റെ അടുത്ത് നോമ്പ് വിളിക്കുന്നതെന്ന് ഞാൻ നോമ്പ് പറഞ്ഞാൽ എന്നേലും നോമ്പ് എന്നും നോമ്പാ. പക്ഷെ ഞാനും ഒരു നമുക്ക് തന്നെയാണ്. റബ്ബിനെ കിട്ടിയില്ല. റബ്ബിനെ കിട്ടിയ ഈ സ്വഭാവം ഒന്നും പറ്റൂല. റബ്ബിനെ കിട്ടിയ പറയും മാജനൂന് പിരാന്തൻ. റബ്ബിനെ കിട്ടിയ ഒരു മനുഷ്യൻ അംഗീകരിക്കൂല. റബ്ബിനെ കിട്ടിയാൽ നിങ്ങൾ ഇവിടെ വരൂല. മൂപ്പര് പണ്ടൊക്കെ തിരക്കടില്ലേ. ഇപ്പം മൂപ്പർക്ക് ഒരു ലൈസൻസ് ഇല്ല. നിങ്ങൾക്ക് ലൈസൻസ് ഇണ്ടാട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ കുറച്ച് പറയുന്നത്. കാരണം ഇനിയിപ്പോൾ അവസാനം താടിയൊക്കെ നരച്ച് 10-60 വയസ്സാകാൻ കാലത്ത് ഇനിയിപ്പോൾ ഉള്ള മയ്യത്ത് സ്കരിക്കൊണ്ടവരെയും കൂടി ആട്ടിയാൽ പിന്നെ ഇപ്പോൾ ആരാണ് പഠിച്ചോനെ മയ്യത്ത് സ്കരിക്കാന്ന് അതും ബേജാറ്. നിൻ്റെ മയ്യത്തിൻ്റെ കത്ത് വന്നാൽ തന്നെ കേരളത്തിലെ പള്ളികളിലൊക്കെ എത്ര പള്ളി നിസ്കരിക്കണം അല്ലാഹു അഅലം. അല്ല അങ്ങനെയാണ്. എന്നാൽ അപ്പോൾ ബാക്കി കുറച്ചാളെങ്കിലും മയ്യത്ത് സ്കരിക്കാണ്ടാവുന്ന നിങ്ങളെയും കൂടി ആട്ടിയാൽ പിന്നെന്താ കാര്യം? പക്ഷെ ഒരു കാര്യം ഉറപ്പിച്ചോളി, ഞാൻ പഠിച്ചോൻ്റെ ആളായി ഞങ്ങൾ ഇവിടെ ബാക്കിയുണ്ടാവില്ല. പടച്ചോൻ്റെ ആളൊപ്പം ആളുണ്ടായിട്ടില്ല. അവർ ഭരിച്ച ത്യാഗത്തിന് കയ്യും കണക്കുമില്ല. അത്തരം ത്യാഗികളുടെ ഓർമ്മ പെരുന്നാളാണ് എന്ന്. ആശൂറ വഅലാ റബ്ബിഹിം യതവക്കലൂൻ. ഇന്നമൽ മുഅ്മിനൂന അല്ലദീന ഇദാ ദുക്കിറല്ലാഹു വജലത് ഖുലൂബുഹും വഇദാ തുലിയത് അലൈഹിം ആയാതുഹു സാദത്തുഹും ഈമാനാ വഅലാ റബ്ബിഹിം യതവക്കലൂൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല അല്ലാഹുവിൻ്റെ പൊരുത്തം നമുക്ക് തുറന്നു തരട്ടെ. ഒരു ഫാത്തിഹ യാസീൻ ഇഖ്ലാസ് മഅദൂദ് ഇലാ ഹളറത്തിൽ മുസ്തഫ മുഹമ്മദ് സല്ലല്ലാഹു വഇലാ ഹളറാത്തി ഹൗലാഇൽ അംബിയാ الذين كانوا يكرمون يوم عاشوراء وكانوا افتتنوا بالتوحيد الله وحده إلى حضراتهم كلهم أجمعين. الفاتحة.